പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. തെക്കൻ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട പട്ടണമായ അടൂരിന് കൂടുതൽ നിറശോഭ ഏകിക്കൊണ്ട് ട്രിനി കൺവെൻഷൻ സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ട്രിനി കൺവെൻഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നത് നമ്മുടെ KP റോഡിന് സമീപമായി കരുവാറ്റപ്പള്ളിയിലെ തൊട്ടടുത്തായി വായനശാല EB റോഡിൻ്റെ ഇടത് സൈഡിലായിട്ടാണ് ഈ കൺവെൻഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നത്. അടൂരുകാർക്കും അല്ലെങ്കിൽ പന്തളത്തുള്ള ആളുകൾക്കും അതുപോലെ ഏഴംകുളം പറക്കോടുള്ള ആളുകൾക്കും വിവാഹവും മറ്റ് വിവാഹേതര ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് ചോയ്സായ ഒരു കൺവെൻഷൻ സെൻറ്റർ തന്നെയാണ് ട്രിനി. നിങ്ങൾ കാണാൻ പറ്റും വിശാലമായ കാർ പാർക്കിംഗ്, അതുപോലെ അണ്ടർ ഗ്രൗണ്ടിൽ പാർക്കിംഗ് സൗകര്യമുണ്ട്. വലിയ ഹാളാണ്. അടൂരിലെ മറ്റു ഓഡിറ്റോറിയങ്ങളെ സംബന്ധിച്ച് വളരെ വിശാലമായ കാർ പാർക്കിംഗ് ഉള്ളതാണ് ഇതിൻ്റെ സവിശേഷത. നമ്മൾ മറ്റ് മേഖലയിലേക്ക് പരിശോധിച്ചാൽ അത്രയധികം കാർ പാർക്കിംഗ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ മനോഹരമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളും വാഹനങ്ങൾ കടന്നു വരാൻ പറ്റിയ മനോഹരമായ റോഡും. നമുക്ക് പന്തളം സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ സിഗ്നൽ പോയിന്റ് തൊട്ടടുത്ത് കരുവാറ്റപ്പള്ളിയിൽ നിന്ന് ഇടത് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ആഡിറ്റോറിയത്തിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മൾ പറക്കോട് സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ കരുവാറ്റപ്പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള വഴിയുടെ വായനശാല EB റോഡിന് തൊട്ട് അരികിൽ തന്നെയാണ് ഈ കൺവെൻഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ മനോഹരമായ കാർ പാർക്കിംഗ് ആണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അതപ്പോൾ ഉള്ളിൽ വിശാലമായ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. വിവാഹവും വിവാഹേതര ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു കൺവെൻഷൻ സെൻറ്റർ തന്നെയാണ് ഈ ട്രിനി കൺവെൻഷൻ സെൻറ്റർ. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. നമുക്ക് ഉള്ളിലേക്ക് കടന്ന് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഇതിൻ്റെ സൗകര്യങ്ങളും ഒക്കെ ആളുകളോട് ചോദിച്ചു വരാം. അതുപോലെ നമുക്ക് പരിചയപ്പെടുകയും ചെയ്യും. അപ്പം കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സൗകര്യങ്ങളും പ്രത്യേകതകളും ഒക്കെ നമുക്ക് ഇതിൻ്റെ ആളുകളോട് ചോദിച്ചു വരാം. പ്രിയപ്പെട്ട സാബു അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് വിശദമായി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എത്രയാണ് ഇതിൻ്റെ പാർക്കിംഗ്? ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 13,000 സ്ക്വയർ ഫീറ്റ് വരും. പിന്നെ ഈ താഴത്തെ ഈ ഒരു ഏരിയ മാത്രമായിട്ട് 10,000, ബാൽക്കണി ഏകദേശം ഒരു 3,000 സ്ക്വയർ ഫീറ്റ്, അങ്ങനെ 13,000 സ്ക്വയർ ഫീറ്റാണ് മൊത്തം ഏരിയ. എത്ര സീറ്റിംഗ് കപ്പാസിറ്റിയാണ്? ശരിക്കും താഴെ നമുക്കൊരു 1000 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി, മുകളിൽ ബാൽക്കണിയിൽ നമുക്കൊരു 300 പേർക്കുള്ള അങ്ങനെ മൊത്തം 1300 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇതിനകത്ത് ഫുള്ളുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റേജ് നിങ്ങൾ കാണുമ്പോൾ അറിയാം, ഏകദേശം 28 മീറ്ററോളം ലെങ്ത് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പരിസരത്ത് ഇങ്ങനെ ഇത്രയും സൗകര്യമുള്ളൊരു ഓഡിറ്റോറിയം ഇല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്റ്റേജ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജും ഇതുമായിട്ട് വളരെയധികം അടുത്താണ് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ഇതിൻ്റെ വിട്ത് കൂടുതലായതുകൊണ്ട് സ്റ്റേജ് കുറച്ച് അടുത്ത് ഉള്ളതായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യും. അത് വലിയൊരു പ്രത്യേകതയാണ്. വിഭാഗമല്ലാതെ മറ്റ് എന്തൊക്കെ ഫംഗ്ഷൻ കൊടുക്കുന്നത്? സത്യത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ ഇവിടെ വലിയ ഇവൻറ്റുകളൊക്കെ നടത്താൻ, കാര്യം അതിന് പറ്റിയൊരു സ്റ്റേജാണത്. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് വലിയ ഗാനമേള എന്നുണ്ടെങ്കിൽ ഡ്രാമ അല്ലെങ്കിൽ മറ്റുള്ള പല പരിപാടികൾക്കും ഈ സ്റ്റേജ് വന്ന് കണ്ടവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3000 അടി കൊച്ചു ഹാൾ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ മിനി പ്രോഗ്രാംസ്, ഈ പറഞ്ഞ പോലെ അതായത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രോഗ്രാംസുകൾ, പിന്നെ പള്ളിയിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ബർത്ത്ഡേ ഉണ്ട്, അതുപോലെ തന്നെ മാമോദിസ, അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെല്ലാം ഇത് ഉപയോഗിക്കാം. കാര്യം ഞങ്ങളിത് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ AC ഫംഗ്ഷൻ കാര്യങ്ങളിടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അത് ACയുടെ നല്ലൊരു സൗകര്യം അവിടെ ഉണ്ട്. ഈ ഫ്രണ്ടിൽ എത്ര വാഹനങ്ങൾക്ക് വരെ പാർക്ക് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഇവിടെ 2 പാർക്കിങ്ങാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് സെല്ലാർ പാർക്കിംഗ് ഉണ്ട്, ഏകദേശം 10-40 വണ്ടി അവിടെയും, ഫ്രണ്ടിലുമായിട്ട് 10-40 വണ്ടി, അങ്ങനെ ഒരു 100 വണ്ടിയോട് അടുപ്പിച്ച് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാം. ഇത് കറക്റ്റ് ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും അടൂര് മനസ്സിലായാലും അടൂര് MC റോഡാണ് ഈ കാണുന്നത്. MC റോഡിൽ നിന്ന് ഇത് കരുവാറ്റ EB റോഡാണ്, EB വായനശാല. പിന്നെ ഞങ്ങളുടെ പാർക്കിംഗ് അഡീഷണൽ ആയിട്ടൊരു 10-20 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഓൾറെഡി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് 2 ഫംഗ്ഷനുണ്ട്, അതുകൂടെ കംപ്ലീറ്റ് ആവും. ഏകദേശം 500 വണ്ടി ഒരേ സമയത്ത് ഈ പരിസരത്ത് പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. ഭാവിയിൽ ഇത് ഈ ആഡിറ്റോറിയത്തിന് ഇല്ലെങ്കിൽ കൺവെൻഷൻ സെന്റർ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തുക? ഞങ്ങൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭാവിയിൽ ഈ ഒരു കല്യാണ ഫംഗ്ഷന് വരുന്ന ആൾക്കാർക്ക് അവർക്ക് താമസിച്ചുകൂടെ, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സൊക്കെ അഡ്വാൻസ്ഡ് വന്ന് വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ലോഡിങ് സൗകര്യങ്ങൾ? അതെ. ഇപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പം ഞങ്ങൾ അഡീഷണൽ ആയിട്ടൊരു കിച്ചൺ സൗകര്യം ഓൾറെഡി ഉണ്ട്. അതൊന്ന് എക്സ്പാൻഷൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വരുന്ന ആളുകൾക്ക് താമസിക്കാനും എല്ലാം കൂടെ ഉള്ള എല്ലാം ഉണ്ടല്ലേ? പക്ഷേ ഇത് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു സൗകര്യവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്രത്തോളം ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഇത്. സാബുച്ച നമ്മുടെ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു. ഏകദേശം 13,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം പാർക്കിംഗ് ഏകദേശം 11,000 ഉണ്ട്. ഏകദേശം 40 വണ്ടി ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലും അതുപോലെ ഫ്രണ്ടിലുമായി പാർക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ വിശാലമായ പാർക്കിങ്ങിന് വേണ്ടി മറ്റൊരു സ്ഥലം അവർ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 500ഓളം വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ മാമോദിസ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി
അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫംഗ്ഷൻസ് വേണ്ടി ഈ ഹാളിൻ്റെ മുകൾ വശം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വിശാലമായ രീതിയിലുള്ള ഒരു ഹാളാണ് ഫ്രണ്ടിൽ കാണപ്പെടുന്നത്. ഇത് മറ്റ് ഈവൻസുകൾക്ക് മറ്റ് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ പ്രത്യേകത തന്നെ കാണാം. ഒരു 1500 1200 കസേരകൾക്ക് സുഖമായിട്ട് ഇരിക്കാനും ആളുകൾക്ക് വിശാലമായി സംസാരിക്കുവാനും ഇരുന്ന് അവർക്ക് ആസ്വദിക്കുവാനും പറ്റിയൊരു വിശാലമായ ഹാളുണ്ട്. ഫുള്ളി എയർ കണ്ടീഷനാണ്. അങ്ങനെ എല്ലാം കൊണ്ടും അടൂരുകാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഈ ട്രിനി കൺവെൻഷൻ സെൻ്റർ തന്നെയായിരിക്കും. മറ്റു ഓഡിറ്റോറിയങ്ങളെയോ എന്ന് പരിശോധിച്ചാൽ കമ്പയർ ചെയ്താൽ ഞങ്ങൾ നോക്കുമ്പോൾ തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ പാർക്കിംഗ് സൗകര്യങ്ങളും വിശാലമായ ഇടവുമുള്ള ഒരു കൺവെൻഷൻ സെൻ്റർ തന്നെയാണ് ട്രിനി. അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും അടൂരിൻ്റെയും പന്തളത്തിൻ്റെയും പറക്കോടിൻ്റെയും പഴകുളത്തിൻ്റെയും ഏഴംകുളവും പട്ടാഴിയും ഏനാത്തും അടക്കമുള്ള ആളുകൾക്ക് തീർച്ചയായും വിവാഹത്തിനും മറ്റ് വിവാഹേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല മനോഹരമായ ഒരു കൺവെൻഷൻ സെൻ്ററാണ് അടൂരിലുള്ളത്. അപ്പോൾ തീർച്ചയായും ഈ കൺവെൻഷൻ സെൻ്ററിലേക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് വിവാഹ ആവശ്യങ്ങൾക്കോ ബർത്ത്ഡേ പാർട്ടിക്കോ മറ്റ് ഈവൻസുകൾക്കും തീർച്ചയായും യൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും ട്രിനി കൺവെൻഷൻ സെൻ്റർ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബുക്കിംഗ് കാര്യങ്ങളും അതുപോലെ നമ്പറുകളും വിശാലമായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഈ വാർത്തയ്ക്കൊപ്പം ഞങ്ങൾ ഉൾപ്പെടുത്തും. അപ്പം തീർച്ചയായും നിങ്ങൾ ഈ ട്രെയിനിലേക്ക് കടന്നു വരണം. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റിയ ഒരു കൺവെൻഷൻ സെൻ്റർ തന്നെയാണ് ട്രിനി എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അടൂരിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.